പെരുന്നാളിൻ്റെ വിഷയത്തിൽ തന്നെ മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ദീന് ആ ദീനുള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ വെട്ടിപ്പൊരിക്കണ കൂട്ടിച്ചേർക്കണ ഏർപ്പാട് നമുക്കില്ല. അത് ടൈലർ പണി നമ്മൾ എടുക്കില്ല. നമ്മളെന്ത് റസൂല കൊണ്ടത് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കണ പണിയാണ്. നിങ്ങളാണ് വെട്ടിമുറിച്ച് നിങ്ങൾക്ക് മാഷാ അല്ലാ, ടൈലർ പണി അവരെടുക്കലില്ല. അങ്ങനെ വെട്ടിമുറിക്കണ പരിപാടി മുജാഹിദീങ്ങൾ എടുക്കലില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സപ്ലയർമാരാണ്. ഞാൻ ഈ സാധുവിനെ എത്ര നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം അവരുടെ ഒരു ആഗ്രഹം പറയുന്നത് അല്ലേ. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനെ സപ്ലൈ ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആത്മരതി കൊള്ളുകയാണ്. ഇനി ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ഇടക്കിടക്ക് കയ്യിന്നിടും, അപ്പോൾ കൊളാവാറുണ്ട്. ഒരിക്കൽ ഈ അടുത്ത് കയ്യിന്നൊന്ന് ഇട്ടപ്പോൾ അത് എല്ലാവരും പാടെ കയ്യോടുകൂടെ പിടികൂടിയ രസകരമായൊരു സംഭവം നമുക്ക് കണ്ടു നോക്കാം. ഇവരുടെ എല്ലാമായ ജീവാത്മാവും പരമാത്മാവുമായ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു നേതാവില്ല, ആശ്രയ സ്രോതസ് എന്ന് പറയാം ഇപ്പോഴുള്ള അവരുടെ ആ അദ്ദേഹത്തെ മലപ്പുറത്ത് നടന്നൊരു മുഖാമുഖത്തിൽ ഇങ്ങനെ സപ്ലൈ ചെയ്യണതിന്റെ ഇടയിൽ ഇടക്ക് കയ്യിന്നിട്ടതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഇബ്നു ഹസമിന്റെ സനദാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇബ്നു കസീറിലും ഖുർത്തുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ കൗലുണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്. അതേപോലെ പിന്നെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ എഴുത്തിസാമിൽ പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബുൽ ഹംബലി ഏതിലോ ഉദ്ധരിച്ച് നോക്കിയിട്ട് വേണം, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഫസ്സിറുകൾ, തർക്കമില്ല, ഇത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമില്ലാത്ത വ്യത്യസ്ത പദങ്ങൾ വന്നിട്ടുണ്ട്, വ്യത്യസ്ത പദങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇത് സത്യത്തിൽ എന്താണെന്നറിയോ, ഇത് കയ്യിൽ നിന്നിട്ടതാണ്. ഇത് വലിയ ചർച്ചയായി ഇദ്ദേഹത്തെ പിടികൂടിയപ്പോൾ ഇനി ദയനീയമായിട്ട് ഇദ്ദേഹം കീഴടങ്ങുന്നത് കൂടി നമുക്ക് കാണാം. എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തോടുകൂടി പറഞ്ഞു ഓർമ്മയില്ല, നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണപ്പശകാണ്. കിതാബിൻ്റെ പേര് പറഞ്ഞിടത്ത് ഒരു ധാരണപ്പശക വന്നു എന്ന് മാത്രം. ആശയം ഉള്ളതാണ്. ഈ പറഞ്ഞ ഒരു കിതാബിലും അതില്ല, കയ്യിൽ നിന്നിട്ടപ്പോ പിടിക്കപ്പെട്ടതാണ്. എത്ര വിദഗ്ധമായിട്ടാണ് ഈ ജനങ്ങൾ ഇവർ പറ്റിക്കുന്നത്. അത് ഇല്ലാത്ത കിതാബില്ല, ലോകത്ത് അതിൽ അഭിപ്രായ വ്യത്യാസമല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇമാമുമാരുടെ കിതാബുകളെ എണ്ണി പറഞ്ഞിട്ട്